പാരമ്പര്യം. Wars fought over there, people sacrificing their lives, all this stuff is going on. അവിടെ യുദ്ധങ്ങൾ നടന്നു, അനേകം പേർ അവരുടെ ജീവിതം ത്യാഗം ചെയ്തു. Prime Minister says, I like dosas. ഇതെല്ലാമുള്ള തമിഴ്നാട്ടിൽ പോയി പ്രധാനമന്ത്രി പറയുകയാണ്, എനിക്ക് ഇവിടുത്തെ ദോശ ഇഷ്ടമാണ്. Brother, I also like dosas. സഹോദര, എനിക്കും ദോശ ഇഷ്ടമാണ്. But please try and understand the history, the tradition, the language of the state also. പക്ഷേ ദോശ ഇഷ്ടപ്പെടുന്നതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട സഹോദര, താങ്കൾ ആ രാജ്യത്തിന്റെ ചരിത്രവും സംസ്കാരവും പാരമ്പര്യവും കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കൂ, ദയവ് ചെയ്ത്. And also realize that the dosa in Tamil Nadu is completely different than the dosa in Kerala. ദോശ, അത് ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, തമിഴ്നാട്ടിലെ ദോശയും കേരളത്തിലെ ദോശയും തികച്ചും വ്യത്യസ്തങ്ങളാണെന്ന് കൂടി താങ്കൾ മനസ്സിലാക്കണം. And also understand that the dosa in Kerala is different than other dosas in Kerala. ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, കേരളത്തിലെ ദോശ തമിഴ്നാട്ടിലെ ദോശയിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് മാത്രമല്ല, കേരളത്തിൽ ഒരു സ്ഥലത്തെ ദോശ മറ്റു സ്ഥലങ്ങളിലെ ദോശകളിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് കൂടി താങ്കൾ മനസ്സിലാക്കണം. And that is the genius of our country. ഈ പറയുന്നതാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രതിഭ, പ്രാഗൽഭ്യം. പ്രതിഭ എന്ന് പറയുന്നത് ഈ വ്യത്യസ്തതയാണ്. It is why our country is so great. അതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യ എന്ന രാജ്യം ഇത്രയും മഹത്തരമായത്. And you are trying to change this. ഈ വൈവിധ്യത്തെ, ഈ മഹത്വത്തെയാണ് നിങ്ങൾ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. First of all, it can never be changed. പക്ഷേ ഇത് ഒരിക്കലും നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുകയില്ല. So you are wasting your time. നിങ്ങൾ വെറുതെ സമയം കളയുകയാണ്. But most important, you are also wasting the energy of the Indian people. അത് മാത്രമല്ല, നിങ്ങൾ വെറുതെ സമയം കളയുക എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ ജനങ്ങളുടെ ഊർജം കൂടി നിങ്ങൾ ഇല്ലാതാക്കി കളയുകയാണ്. You are creating disharmony. ഈ രാജ്യത്ത് സ്വരച്ചേർച്ചയില്ലായ്മ, അപസ്വരം, പൊരുത്തക്കേട് നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. And this disharmony is harming millions and millions of people. ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് മനുഷ്യരെ ഈ രാജ്യത്ത് നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പൊരുത്തക്കേട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. The Prime Minister demonetized the Indian currency. ഇന്ത്യയിലെ നിങ്ങൾക്കറിയാം, പ്രധാനമന്ത്രി ഇവിടെ നോട്ട് നിരോധനം ഈ രാജ്യത്ത് നടപ്പിലാക്കി. Just now I was looking in the crowd, there is a person there selling snacks. അവിടെ ഒരു വ്യക്തി അവിടെയുണ്ട്, അവിടെ ഒരാളിരിക്കുന്നത് ഞാൻ നോക്കുകയാണ്, അവിടെ നിൽക്കുന്നത്. Did the Prime Minister think about that man when he demonetized the currency? അദ്ദേഹം നോട്ട് നിരോധനം നടപ്പിലാക്കിയപ്പോൾ ആ മനുഷ്യനെ കുറിച്ച് ആലോചിച്ചിരുന്നു? Did he think what would happen to him when he did demonetization? നോട്ട് നിരോധനം നടപ്പിലാക്കിയപ്പോൾ ആ വ്യക്തിക്ക് എന്ത് സംഭവിക്കും എന്ന് പ്രധാനമന്ത്രി ഒരിക്കലെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? Did he ask farmers in India, laborers in India, what would happen if you demonetize the currency? ഇന്ത്യയിലെ കർഷകരോട്, തൊഴിലാളികളോട് ഈ രാജ്യത്ത് നോട്ട് നിരോധനം നടപ്പിലാക്കിയാൽ എന്ത് സംഭവിക്കും എന്ന് പ്രധാനമന്ത്രി ചോദിച്ചിട്ടുണ്ടോ? When COVID was striking India, people were dying. Lakhs of people were dying in the hospitals, dying outside the hospitals. No ventilators, no oxygen. The Prime Minister says, "Thali bajao." നിങ്ങൾക്കറിയോ, കോവിഡ് വന്ന് ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വെന്റിലേറ്റേഴ്സ് ഇല്ലായിരുന്നു, ശ്വാസം കിട്ടാതെ മരിക്കുകയായിരുന്നു, ആശുപത്രികൾ കവിഞ്ഞു നിറയുകയായിരുന്നു. ആ സമയത്ത് ഈ രാജ്യത്തെ പ്രധാനമന്ത്രി എന്താ ജനങ്ങളോട് പറഞ്ഞത്? നിങ്ങൾ കൈകൊട്ടിക്കോളൂ എന്നാണ് അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞത്. The entire media is saying how brilliant the Prime Minister is. ഇത് കേട്ടിട്ട് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും മാധ്യമങ്ങളും പറയുകയാണ്, ഓ, ഈ പ്രധാനമന്ത്രി എന്ത് മഹാനാണെന്നാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ പറഞ്ഞത്. So you are, because you don't understand India and because you take decisions without asking anybody, you are creating tremendous damage to this country. നിങ്ങൾക്ക് ഇന്ത്യയെ മനസ്സിലാകുന്നില്ല, അതുപോലെ മറ്റാരോടും ചോദിക്കാതെ നിങ്ങൾ ഇവിടെ രാജ്യത്ത് തീരുമാനങ്ങൾ എടുക്കുകയാണ്. ഈ രണ്ട് പ്രവർത്തനങ്ങളിലൂടെ ഈ രാജ്യത്തിന് വലിയ നാശമാണ് നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. I'll give you one example. ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞു തരാം. For the first time in my life, I have experienced this. ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത് അനുഭവിച്ചത്. There is a fire burning in Manipur. അവിടെ മണിപ്പൂരിൽ ശരിക്കും പറഞ്ഞ ഒരു അഗ്നിയാണ്, മണിപ്പൂർ കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. People are still dying. ഇപ്പോഴും അവിടെ മനുഷ്യർ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. I went to Manipur. ഞാൻ മണിപ്പൂരിൽ പോയി. And I went to see both the communities. ഞാൻ അവിടെ പോയി, അവിടെ സംഘർഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രണ്ട് സമുദായത്തിലെ ആളുകളെയും കാണാൻ ഞാൻ മണിപ്പൂരിൽ പോയി. Meitei community, Kuki community. മെയ്തി സമുദായവും കുക്കി സമുദായവും. They are not talking to each other at all.
നിങ്ങൾക്കറിയോ, അവർ രണ്ടുപേരും, ഈ സമുദായപ്പെട്ട രണ്ട് മനുഷ്യരും ഇപ്പോൾ പരസ്പരം സംസാരിക്കുന്ന കൂടിയില്ല. No conversation between them. ഇവര് തമ്മിൽ യാതൊരു വിധത്തിലുള്ള സംഭാഷണങ്ങളുമില്ല. And the government over there is saying we have completely lost control. അവിടെയുള്ള ഗവൺമെന്റ് പറയാണ്, ഞങ്ങൾക്ക് ഇവിടുത്തെ സാഹചര്യത്തിന് മേൽ യാതൊരു നിയന്ത്രണവുമില്ല എന്ന് അവിടുത്തെ ഗവൺമെന്റ് പറയുകയാണ്. We do not know what to do. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. And the Prime Minister cannot even go and visit the Indian state. പ്രധാനമന്ത്രി ആ സംസ്ഥാനം, ഈ സാഹചര്യമുള്ള സംസ്ഥാനം ഒരിക്കൽ പോലും സന്ദർശിക്കുക കൂടി ചെയ്തിട്ടില്ല. He cannot even go there and talk to the people and say what is going on. അദ്ദേഹത്തിന് ഇതുവരെ അവിടെ ഒന്ന് പോയിട്ട് അവിടുത്തെ മനുഷ്യരോട് അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിക്കാൻ പോലും അദ്ദേഹത്തിന് കഴിയുന്നില്ല. Not one line in the national media. ദേശീയ മാധ്യമങ്ങളിൽ ഒരു വരി പോലും അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നില്ല. So wherever they go, they will divide people, make people fight with each other, create problems. എവിടെ അവർ പോയാലും അവിടെ പോയി അവിടുത്തെ മനുഷ്യരെ വിഭജിക്കും, മനുഷ്യർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, സംഘർഷങ്ങൾ ഉണ്ടാക്കും, പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. And the highest unemployment in 45 years is there in India today. ഇന്ന് നിങ്ങൾക്കറിയുമോ, ഈ രാജ്യത്ത് 45 വർഷങ്ങളിലുള്ള ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്കാണ് ഇന്ന് നമ്മുടെ രാജ്യത്തുള്ളത്. 22%, 22 people own more wealth than 50% of India's population. ഈ രാജ്യത്തെ 50% ജനങ്ങളുടെ കയ്യിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ സ്വത്ത് ഈ രാജ്യത്തെ 22 മനുഷ്യരുടെ കയ്യിൽ ഇന്നുണ്ട്. 1 or 2 companies are there in every single business. രാജ്യത്തെ എല്ലാ വ്യവസായങ്ങളും 1 or 2 കമ്പനികളുടെ കയ്യിലാണ് ഇന്നുള്ളത്. And when our farmers ask for the proper price for their goods, the Prime Minister says, sorry, we're not going to give it to you. നമ്മുടെ കർഷകർ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യമുള്ള കൃത്യമായ വില നൽകണമെന്ന് ആവശ്യപ്പെടുമ്പോൾ പ്രധാനമന്ത്രി പറയുന്നു, ഇല്ല ഇല്ല സഹോദര, എനിക്കത് ചെയ്യാൻ പറ്റില്ല. When rubber farmers demand fairness, please give us the right price, they are greeted with silence from both the CPM and the PM. അതുപോലെ തന്നെ റബ്ബർ കർഷകർ ഞങ്ങൾക്ക് ന്യായമായ വില തരണമെന്ന് ആവശ്യപ്പെടുമ്പോൾ മൗനമാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും CPMന്റെ ഭാഗത്തു നിന്നും. And instead of liberating farmers, price is used as a weapon against them. ഇത് മാത്രമല്ല, കർഷകരെ സഹായിക്കുന്നതിന് പകരം അവരുടെ ഉൽപ്പന്നങ്ങളുടെ വില അവർക്കെതിരെ ഒരു ആയുധമായി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. Export-import policies are changed so that they do not get the right price. കർഷകർക്ക് കൃത്യമായ വില ലഭിക്കാതിരിക്കുന്നതിന് വേണ്ടി അവർ കയറ്റുമതി ഇറക്കുമതി നയം മാറ്റിക്കൊണ്ടിരിക്കുന്നു. And the same is happening to small and medium businesses. അത് തന്നെയാണ് നമ്മുടെ നാട്ടിലെ ചെറുകിട ഇടത്തരം വ്യവസായങ്ങളുടെ കാര്യത്തിലും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. Only the biggest businesses in India have a right to the correct price. ഇന്ന് നമ്മുടെ രാജ്യത്ത് ഏറ്റവും വലിയ ബിസിനസ്സുകൾക്ക്, ഏറ്റവും വലിയ വ്യവസായങ്ങൾക്ക് മാത്രമേ അവർക്ക് കൃത്യമായ പ്രതിഫലം ലഭിക്കുന്നതിനുള്ള ഒരു അർഹതയുള്ളൂ എന്ന സാഹചര്യമാണുള്ളത്. So the question is, what is the Congress party going to do to change this? ഈ സാഹചര്യത്തിൽ നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഇതാണ്. ഈ സാഹചര്യം മാറ്റുന്നതിന് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്താണ് ചെയ്യാൻ പോകുന്നത്? Well, the thing to understand is India has never been as unfair as it is today. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ രാജ്യത്ത്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇത്ര നീതിരഹിതമായി പ്രവർത്തിക്കുന്നത് ഇന്നത്തെ പോലെ ഒരിക്കലും ഈ രാജ്യത്തുണ്ടായിട്ടില്ല. Wealth has never been distributed as unequally as it is today. ഇത്ര അസമത്വത്തോടുകൂടി ഈ രാജ്യത്തെ സമ്പത്തിന്റെ വിതരണം ഈ രാജ്യത്ത് ഒരിക്കലും ഇതുവരെ ഉണ്ടായിട്ടില്ല. So the next government has to aggressively support poor people. അതുകൊണ്ട് ഇനി അധികാരത്തിൽ വരുന്ന അടുത്ത ഗവൺമെന്റ് ഈ രാജ്യത്തെ, അസമത്വമുള്ള ഈ രാജ്യത്തെ സാധാരണക്കാരെ വളരെ ശക്തിയോടുകൂടി തീരുമാനങ്ങൾ എടുത്ത് സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു. So how would a Congress government do that? അത് എങ്ങനെയാണ് ഒരു കോൺഗ്രസ് ഗവൺമെന്റ് അത് ചെയ്യാൻ പോകുന്നത്? The first thing to understand is in modern India, both men and women do jobs. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ആധുനിക ഇന്ത്യയിൽ ഒരുപോലെ പുരുഷന്മാർ